ജീസസ് ഈ പ്രസ്ഥാനത്തിനകത്തുനിന്ന്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് പുറത്ത് യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവം അടുത്ത് ഇട്ട ട്രാക്ക്, ജീവൻ്റെ ട്രാക്കിനകത്തേക്ക് മാനസാന്തരപ്പെട്ട് ഇതിനകത്തുനിന്ന് അപ്പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ ആ ട്രാക്കിനകത്തേക്ക് ജീസസ് വന്നപ്പോഴാണ് ഈ വെളിച്ചത്തെ ജീസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ആ വെളിച്ചത്തെ സ്വായത്തമാക്കിയപ്പോഴാണ് ജീസസിനെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പദവിയും കൂടെ ചേർത്ത് വിളിച്ചത്. സോ ഈ വെളിച്ചത്തെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു പദവിയാണ് ക്രൈസ്റ്റ്. അന്ന് മുതലാണ് ജീസസിനെ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ വെളിച്ചത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ന്യായപ്രമാണത്തെ പ്രമാണിക്കാനും ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപപ്രകൃതമാണ്, പാപങ്ങളാണ്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പോൾ അവിടെ മരണമെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്ത് അല്ല, ഈ ദൈവം വച്ചിരിക്കുന്ന ജീവനിൽ തുടരാൻ പറ്റാത്ത വണ്ണം, അതിനെ പ്രാപിക്കാൻ പറ്റാത്ത വണ്ണം ഞാൻ മരിച്ച അവസ്ഥയിലാണ്. അപ്പോൾ യേശുവിൻ്റെ മരണമെന്ന് പറയുന്നതും ഭൗതിക മരണമല്ല, ഇപ്രകാരമുള്ള ന്യായപ്രമാണ സംബന്ധമായ മരണമാണ്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെങ്കിൽ മാത്രമേ വെളിച്ചത്തിലൂടെ ജീവനെ ഗ്രാബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജീസസ് വഴി വരേണ്ടത് വെളിച്ചവും വെളിച്ചത്താൽ ഉണ്ടാകേണ്ടുന്ന ജീവനും. അപ്പോൾ യേശു തൻ്റെ ഉദ്ദേശശുദ്ധി പറഞ്ഞു, ഒരിക്കൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അതിന് എന്ത് വേണം? വെളിച്ചം വേണം. അപ്പോൾ ജീസസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ വെളിച്ചത്തെ പ്രാപിച്ചതിന് ശേഷം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. അത് കഴിഞ്ഞ് ജീസസ് 12 പേരെ താൻ പ്രാപിച്ച ആ വെളിച്ചത്തെ സ്വീകരിച്ച് ആ ജീവനെ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ അതിൽ പ്രാപ്തരായപ്പോൾ ജീസസ് ആ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, മതവക്താക്കളെ നോക്കിയല്ല, ന്യായപ്രമാണം ആചരിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ടല്ല, ഈ ജീസസ് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ നോക്കി, ആ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഇതേ കാര്യം തന്നെയാണ് പൗലൂസിനും പറ്റിയത്. ന്യായപ്രമാണത്തിനകത്ത് കൊല്ലും കൊലയുമായിട്ട് നടന്നവൻ ഈ ജീസസിലൂടെ വരുന്ന വെളിച്ചത്തെ കണ്ടു. സൂര്യനെ കവിയുന്ന ആ വലിയ വെളിച്ചത്തെ കണ്ടപ്പോൾ അവനിൽ പരിവർത്തനമുണ്ടായി. ന്യായപ്രമാണത്തെ വിട്ടു, അന്നത്തെ ദേവാലയത്തെയും പൗരോഹിത്യത്തെയും ഒക്കെ വിട്ടു. അതിനെല്ലാം തിരസ്കരിച്ച് ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് ഈ വെളിച്ചത്തിൻ്റെ പിറകെ ആ ജീവനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമായി. ഈ അന്ന് ജീസസിലൂടെ ചപ്പും ചവറുമാക്കിയ ആ പ്രമാണങ്ങളെയും ആ വ്യവസ്ഥകളെയും ആ ദേവാലയത്തെയും ആ പൗരോഹിത്യയും ആ കൽപ്പനകളെയും ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ വേറൊരു കുപ്പിയിലാക്കി കൊണ്ട് നന്നിരിക്കുന്ന സാധനമാണ് ഇന്നത്തെ ക്രിസ്തീയ മതം. എല്ലാവരും ഇതിൻ്റെ പിറകെയാണ്. കപടത,